ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് 4 വർഷത്തിനിടെ 4000 കോടി രൂപയാണ് ചെലവഴിച്ചതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. SNM കോളേജിന്റെ വജ്ര ജൂബിലി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന കരുത്തുറ്റ ആഹ്വാനവുമായി 20ാം നൂറ്റാണ്ടിൻ്റെ പ്രഭവ ഘട്ടത്തിൽ പ്രകാശം പരത്തുന്ന മഹാസാന്നിധ്യമായി കേരള ചരിത്രത്തിൽ അഗ്രഗണ്യനായി ഇടം പിടിച്ചിട്ടുള്ള മഹാഗുരുവിൻ്റെ നാമധേയത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഈ കലാലയത്തിൻ്റെ മഹിതമായ പ്രവർത്തന വർഷങ്ങളിലെ 6 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന ഈ സന്ദർഭത്തിൽ 60ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും അഭിമാനവും ആദ്യമായി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ കലാലയത്തിന് ശിലയിട്ടത് മഹാനായ സഹോദരൻ അയ്യപ്പനാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ ഗുരുദേവന്റെ വചനം ഒരുപടി മുന്നോട്ട് കൊണ്ടുപോയി ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് ധീരതയോടെ പ്രഖ്യാപിച്ച സാന്നിധ്യമായിരുന്നു മഹാനായ സഹോദരൻ അയ്യപ്പൻ എന്ന് അടിവരയിട്ട് ഉറക്കെ പറയേണ്ട ഒരു ചരിത്ര സന്ദർഭം കൂടിയാണ് ഇത് എന്ന് അദ്ദേഹത്തിൻ്റെ അവിസ്മരണീയമായിട്ടുള്ള ആ ഉജ്ജ്വല സാന്നിധ്യത്തിൻ്റെ സ്മരണകൾക്ക് മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട് ആമുഖം എന്ന നിലയിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. HMDP സഭാ പ്രസിഡന്റ് KV അനന്തൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KS ബാലസുബ്രഹ്മണ്യം, കോളേജ് മാനേജർ D മധു, പ്രിൻസിപ്പൽ ഡോക്ടർ TH ജിത, സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ AS സുമേഷ്, പരീക്ഷാ കൺട്രോളർ ഡോക്ടർ CM ശ്രീജിത്ത്, പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ, പഞ്ചായത്ത് അംഗം PM ആന്റണി, MS വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സാമൂഹിക നിരീക്ഷകൻ NM Pearson ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റും കോളേജ് മാനേജറുമായ D മധു, ഡോക്ടർ TH ജിത, KS ബാലസുബ്രഹ്മണ്യം, ജെയ്സൺ കൊടിയൻ, TM ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു.